ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ എന്താ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്? മനുഷ്യാവകാശങ്ങളാണ് എന്താ ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ മനുഷ്യാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, കോടതി മുഖേനയുള്ള നിർവഹണം, അതായത് സുപ്രീം കോടതി ആണ് എന്ത് മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 3-ാം ഭാഗത്തിൽ 24 വകുപ്പുകളിലായി ചില അവകാശങ്ങൾ പൗരന്മാർക്കായി അനുവദിച്ചിട്ടുണ്ട്. 6 അവകാശങ്ങളിലൂടെയാണ് മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുവാൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പരാമർശിക്കുന്നത്. മൗലികാവകാശങ്ങളിൽ 32-ാം വകുപ്പ് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. മൗലികമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയോ സമീപിക്കാനായിട്ട് പൗരന് അവകാശം നൽകുന്ന മൗലിക അവകാശമാണിത്. ഇതിനു വേണ്ടി റിട്ടുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക കോടതി ഉത്തരവുകൾ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തിൻ്റെ ഉദയത്തോടുകൂടി ആധുനിക ലോക രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ പൗരന്മാരുടെ ക്ഷേമാവശ്യങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് പരമാവധി സാമ്പത്തിക സാമൂഹ്യ പുരോഗതി നേടുന്നതിനാണ് നിയമനിർമ്മാണ വിഭാഗവും ഭരണനിർവഹണ വിഭാഗവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേമരാഷ്ട്രം കൈവരിക്കുന്നതിന് ജനതയുടെ പൂർണ്ണ പങ്കാളിത്തം അനിവാര്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി മിക്ക രാഷ്ട്രങ്ങളും കുറേ ധാർമ്മിക നിർദ്ദേശങ്ങൾ ജനതയ്ക്കായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് ചേർത്തിട്ടുള്ളവരെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. ഭരണഘടനയിലെ 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളിലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോഷ്യലിസ്റ്റ് പിന്നെ ഗാന്ധിയൻ, ലിബറൽ എന്നിങ്ങനെ 3 തലങ്ങളിലായിട്ട് നിർദ്ദേശക തത്വങ്ങൾ വർഗീകരിച്ചിട്ടുണ്ട്. മൗലിക അവകാശം പോലെ മൗലിക കടമകളും സുപ്രധാനങ്ങളാണ്. ആയതിനാലായിട്ട് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഭരണഘടനയുടെ 51A വകുപ്പിൽ ചേർത്തു. മൗലികാവകാശങ്ങളുടെ സംരക്ഷയ്ക്കായി സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും അറിയപ്പെടുന്നു. നിയമവാഴ്ചയും നീതിന്യായ പുനരവലോകനവും മനുഷ്യാവകാശത്തിനും ഊന്നൽ നൽകുന്നു. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യാവകാശങ്ങളുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് എന്താണ്? വ്യക്തികളുടെ പൗരാവകാശവും രാഷ്ട്രീയ അവകാശങ്ങളുമാണ് പ്രധാനമായും പറയുന്നത്, നമ്മൾ ആദ്യ ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ 2-ാം ഭാഗത്തിൽ പറയുന്നത് വെച്ചാൽ അവകാശങ്ങൾ സുരക്ഷിതത്തോടെ ബന്ധപ്പെട്ടതാണ്. ഈ അവകാശങ്ങൾ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ട്. 3-ാം വിഭാഗത്തിൽ അവകാശങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് അടുത്ത കാലത്തുണ്ടായവയാണ് എന്ത്? പരിസ്ഥിതി, സംസ്കാരം, പുരോഗതി എന്നിവയെ സംബന്ധിച്ചുള്ള അവകാശങ്ങളാണ് ഇക്കൂട്ടത്തിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്? മനുഷ്യാവകാശം സാർവത്രികമാണെന്നാണ് പറയണേ. മനുഷ്യാവകാശങ്ങൾ വ്യാപകമായ ധാർമ്മിക അവകാശങ്ങളാണ്. അവ ജന്മാവകാശങ്ങളാണ്. ഇവ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ സാധ്യമല്ല. അവകാശങ്ങൾ ഗോത്രം, വർഗം, ജാതി, ധർമ്മം, മതം, ഭാഷ, സമ്പത്ത്, ദേശീയത എന്നിവ കണക്കിലെടുക്കാതെ എല്ലാവർക്കും ലഭ്യമാണ്. ലോകത്തെവിടെയും താമസിക്കുന്ന ജനങ്ങൾ അവരെ ഏത് രാജ്യത്തെ പൗരനെന്നോ ഏത് മതമെന്നോ ജാതിയെന്നോ വർഗമെന്നോ ഭേദമില്ലാതെ മനുഷ്യാവകാശങ്ങൾ അവർ അനുവദിക്കുന്നു. വികസിത രാജ്യങ്ങൾക്കും ഒരുപോലെ ഈ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുവാനുള്ള അനുവാദം അവരുടെ പൗരന്മാർക്ക് കൊടുക്കുന്നു. 2-ാമത്തെ പോയിന്റാണ് ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റ് ഓൾ പീപ്പിൾ ഈക്വൽ. മനുഷ്യാവകാശങ്ങൾ എല്ലാ ജനങ്ങളെയും തുല്യമായി കാണുന്നു. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവർ എല്ലാവരും സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുവാനുള്ള അവകാശമുള്ളവരാണെന്ന് മനുഷ്യാവകാശം പ്രഖ്യാപിക്കുന്നു. അതിനാൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ സമൂഹത്തിൽ തുല്യരായി ജീവിക്കാൻ മനുഷ്യാവകാശം അനുവാദം നൽകുന്നു. വ്യക്തികളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ മുൻനിർത്തി ഉണ്ടായവയാണെന്ത്? മനുഷ്യാവകാശങ്ങൾ. ഇനി അടുത്തതായിട്ട് എന്താ പറയണേ? മനുഷ്യാവകാശങ്ങൾ മാനവരാശിയുടെ മൗലികത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. പിന്നെന്താ? മനുഷ്യാവകാശങ്ങൾ ദേശാതിർത്തിക്കും ദേശീയ സിദ്ധാന്തങ്ങൾക്കും അതീതമാണ്. ഇവ യാതൊരു മതങ്ങളുമായി ബന്ധപ്പെട്ടവയല്ല. ഓക്കെ, ഇതൊക്കെയാണ് ഇത് മനുഷ്യാവകാശത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് വരുന്നത്.
അപ്പോൾ ഇത് കുറച്ച് എന്താണ് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മനുഷ്യാവകാശങ്ങൾ. ഇത് നോക്കാം. ശ്രേഷ്ഠമായ അവകാശമാണ് എന്ന മൗലിക അവകാശം. മൗലികവും അടിസ്ഥാനവുമായ അവകാശം, ക്രോഡീകരിച്ചതും വ്യക്തിഗതമായതുമായ അവകാശം, പരമ്പരാഗത അവകാശം, ഇതൊക്കെയാണ് എന്ത് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ മനുഷ്യാവകാശത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, ഇനി ഇനി നമുക്ക് ഓക്കെ മനുഷ്യാവകാശങ്ങളുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടന വിഖ്യാതമായ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചു. ജാതി, മതം, വംശം തുടങ്ങിയ പൗരത്വം, സംസ്കാരം, കുടുംബം, സ്ത്രീ പക്ഷഭേദം തുടങ്ങിയ വിവേചനങ്ങൾ കൂടാതെ മനുഷ്യോചിതമായ ജീവിതം നയിക്കാനുള്ള ജന്മസിദ്ധമായ അവകാശം ലോക ജനതയ്ക്ക് ഉറപ്പു നൽകുന്നതായിരുന്നു ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത്. മനുഷ്യാവകാശ നിഷേധങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്ന് ജനങ്ങളിൽ പ്രതികരണശേഷി വളർത്തുകയും മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഭരണകൂടത്തെ പ്രേരിപ്പിക്കുകയും മനുഷ്യാവകാശ രംഗത്ത് ഗവേഷണം ഏറ്റെടുക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുകയാണ് ഇവയുടെ പ്രധാന രീതി എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യയിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളും അധികാരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്കിത് ചാപ്റ്റർ വൈൻഡ്. അപ്പോൾ പൗരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാനങ്ങളിൽ സംസ്ഥാന കമ്മീഷനുകളും പ്രവർത്തിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലുണ്ടായ ധാരണയുടെ അടിസ്ഥാനത്തിൽ 1993 ഇന്ത്യയുടെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നു. ഈ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ രൂപീകൃതമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. വഞ്ചിതനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിൽ നൽകിയിട്ടുള്ള പരാതി പ്രകാരം അന്വേഷിക്കുക. പിന്നെന്താ, മനുഷ്യാവകാശ ലംഘനത്തെ സംബന്ധിച്ച് കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകളിൽ നടപടികളിൽ ആ കോടതിയുടെ അനുവാദപ്രകാരം ഇടപെടുക. പിന്നെന്താ, ഭരണഘടനയുടെ പരിധിയിലുള്ളതോ ഭരണഘടന നൽകുന്നതോ ആയ മനുഷ്യരെ സംരക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകളും അവയെ ഫലപ്രദമായി പ്രഖ്യാപനത്തിൽ വരുത്താനുള്ള നടപടികൾ പുനഃപരിശോധിക്കുക. സംസ്ഥാന ഗവൺമെന്റിന്റെ അറിയിപ്പിൻ പ്രകാരം ഏതെങ്കിലും ജയിലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനമോ സന്ദർശിക്കുകയും അവിടുത്തെ അന്തേവാസികളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുകയും അതുവഴി ശുപാർശ നടത്തുകയും ചെയ്യുക. പിന്നെന്താ, മനുഷ്യാവകാശങ്ങൾ അനുഭവിക്കുന്നതിൽ തടസ്സം നിൽക്കുന്ന ഭീകരവാദം ഉൾപ്പെടുന്ന പ്രവർത്തികളെ പുനഃപരിശോധിക്കുകയും അതിനുവേണ്ട ഉചിതമായ മാർഗനിർദ്ദേശങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. മനുഷ്യാവകാശത്തിന്മേലുള്ള അന്താരാഷ്ട്ര നടപടികളും ഉപാധികളും പഠിക്കുകയും അവ പ്രാബല്യത്തിൽ വരുത്താനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ ശുപാർശ ചെയ്യുകയും ചെയ്യുക. പിന്നെന്താ, മനുഷ്യാവകാശങ്ങളുടെ രംഗത്ത് ഗവേഷണം ഏറ്റെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. സമൂഹത്തിൽ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യാവകാശ സാക്ഷരത വ്യാപിപ്പിക്കുകയും ചെയ്യുക. സർക്കാർ ഇതര സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും മനുഷ്യാവകാശ രംഗത്തുള്ള പരിശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. മനുഷ്യാവകാശങ്ങൾ വളർത്താൻ ആവശ്യമാണെന്ന് തോന്നുന്ന മറ്റു പ്രവർത്തനങ്ങളും നടപ്പാക്കുക. പിന്നെ ഇന്ന് NGO